കണ്ടാൽ ഞാനൊരു സുന്ദരന, ഈ നാട്ടിലെ കിന്നര കോമളന, പല കാമിനിമാരുടെ കാങ്വന, പണ്ടേ ഞാനൊരു സൂര്യനോ. മീശ വടിച്ചാൽ ഷാരൂഖ് ഖാൻ, മസിൽ പിടിച്ചാൽ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ചാൻ, പിന്നെന്തായിരുന്നു ഹൈറ്റിൽ അമിതാഭ് ബച്ചന. ഞങ്ങളുടെ മുക്കിനേക്ക് പുകഴ്ത്തി പാട്ട് പാടുന്നു. എന്താ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റിലോട്ട് വരുന്നോ? പുകഴ്ത്തലോട് പുകഴ്ത്തല നാട്ടുകാര്. കൈകൊണ്ടാണോ കാലുകൊണ്ടാണോ മടലുകൊണ്ടാണോ പിള്ളേര് വരെ എടുത്തിട്ട് ഒരു കൊച്ചു ഞങ്ങളുടെ മുക്കിനെ ചീത്ത പറഞ്ഞു. ബുർജ് ഖലീഫയുടെ ബുർജ് ഖലീഫയുടെ ഉയരമുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നാണ് ഒരു കുട്ടി ചോദിച്ചത്. പിള്ളേര് വരെ ഇട്ട് ഊക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഊഞ്ഞാലാട്ടലാണല്ലോ ഊഞ്ഞാലാട്ടൽ. ഈ കുട്ടികൾക്ക് വീട്ടിൽ അച്ഛനും അമ്മയല്ലേ? അച്ഛനും അമ്മയും ഉണ്ട്, അവർക്ക് വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ കുഞ്ഞു പ്രായത്തിൽ പൊളിറ്റിക്സിലോട്ട് ഇടപെടരുത്. പൊളിറ്റിക്സിലല്ല അവർ ഇടപെട്ടത്. മുഖ്യമന്ത്രിയുടെ വായിൽ തോന്നിയ വർത്തമാനത്തിന് മറുപടി കൊടുത്തതാണ്. മനസ്സിലായില്ലേ? കുട്ടികളെല്ലാം അങ്ങനെയല്ല പഠിച്ചു വളരുകയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നിയമസഭയിൽ മുഖ്യൻ ഒരാളെ നീളമില്ലാത്ത കുള്ളൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ, അധിക്ഷേപിച്ചായിരുന്നല്ലോ. ഇന്നൊരു കുട്ടി മറുപടി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അങ്ങ് ബുർജ് ഖലീഫയുടെ അത്രയും ഉയരമുണ്ടോ താങ്കൾക്ക് എന്നാണ് ആ കുട്ടി ചോദിച്ചത്. ഞാൻ അടക്കമുള്ള നീളമില്ലാത്ത ആൾക്കാർ വലിയ ട്രോമയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ ഇമാതിരി ചെറ്റ വർത്താനം പറയാമോ? ചെറ്റ വർത്താനൊന്നും പറഞ്ഞില്ല. അല്ല, നാട്ടുകാരത് അങ്ങനെ ചോദിക്കുന്നത്. അത് നാടൻ പ്രയോഗമാണ്. അതൊരു 8 മുക്കാൽ അട്ടി വെച്ച അത്രയും പറഞ്ഞു. കണ്ണൂര് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ കാണിച്ചാ പോരെ? പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കൊണ്ട് കാണിക്കണം. എന്തും അതേപോലെ മറ്റേ വിഴുങ്ങുന്ന അന്തം കമ്മികളെ പോയി വിളിക്കണം കേട്ടോ. നാട്ടുകാരെ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പണി കിട്ടും. മനസ്സിലായോ? എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി തിരുത്തി പറഞ്ഞു. ഞാൻ നജീബിനെ അല്ല പറഞ്ഞത്. ഒരു ആരോഗ്യമില്ലാത്തൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന ആളെയാണ് പറഞ്ഞത്. ആരോഗ്യമില്ലാത്ത ഒരു വ്യക്തി ഉണ്ട്. അതെ, നജീബിനെ അല്ല, പക്ഷെ ഞാൻ വേറെ ഒരുത്തനെയാ പറഞ്ഞത്. മറ്റേ ആരോഗ്യമില്ലാത്ത ഒരുത്തനുണ്ടല്ലോ, അവനെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പിന്നെ മറ്റേ ആമീർ ഖാന്റെ ആരോഗ്യവും കരുത്തുമാണല്ലോ. കാണാൻ മറ്റേ ദുൽഖർ സൽമാനും 10 പേര് പിടിച്ചിട്ടാണ് ആ നവകേരള കക്കൂസ് വണ്ടിയിലോട്ടൊന്ന് കയറ്റി വെച്ചത്. നാട്ടുകാർ മുഴുവൻ എനിക്ക് കക്കൂസ് വണ്ടി തന്നെ. അതെ, ആ വണ്ടിയിലോട്ടൊന്ന് കയറാൻ പറ്റാത്ത ആളാണ്. നിയമസഭയിൽ ആരോഗ്യമില്ലാത്ത ഒരാളുണ്ട്, അയാളെ കളിയാക്കാനാണ് ഞാൻ ആ പ്രയോഗം നടത്തിയതെന്ന്. ഒരു കാറ്റ് വന്നാൽ വീണ് പോകുന്ന അർത്ഥം മാത്രമേ. ആരാണ് കാറ്റടിച്ചാൽ വീഴുന്നത്? ആരോഗ്യമില്ലാത്ത വ്യക്തി. അതാണ് മുഖ്യമന്ത്രി. എന്നെ ട്രോളാൻ ഒരു തെണ്ടുകളുടെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നതെല്ലാം നല്ല 8ന്റെ പണിയായിട്ട് മൂട്ടിൽ തന്നെ പൊട്ടുകയാണ്. മുഖ്യമന്ത്രിക്ക് വലിയ ആരോഗ്യമാണല്ലോ. ഈ വാച്ചാൻ വാർഡുകളെ ബലമായി തള്ളുന്നു ആരോഗ്യമില്ലാത്ത ഒരാള്. അപ്പൊ സ്വാഭാവികമായിട്ട് ആരായാലും പ്രതികരിച്ചു പോകൂലേ? അത്രയും ഞങ്ങളുടെ മുഖ്യം ചെയ്തുള്ളൂ. അമർന്നിരുന്ന് പിടിച്ചു വലിക്കുന്നു. നോക്കിയപ്പോ വനിതാ വാച്ചാൻ വാർഡുമാരെ പിടിച്ചെന്ന്. വനിതാ വാച്ചാൻ വാർഡുമാരെ എന്റെ ഉള്ളിലെ സ്ത്രീ കക്ഷി അങ്ങ് ഉണർന്നു. മുഖ്യന്റെ സ്ത്രീ കക്ഷം അങ്ങോട്ട് ഉണർന്നിട്ട് പ്രതികരിച്ചു. പെണ്ണുങ്ങളെ ഒന്നും കയറി പിടിക്കാത്ത ഒരു ആരോഗ്യമില്ലാത്ത ആളും ആരോഗ്യം ഉള്ള ആളും എന്തൊക്കെ കാണിച്ചു കൂട്ടണം അതിന്റെ തിടന്ന്. അപ്പൊ ഞങ്ങൾ അറിയാതെ ഒരു ഊതലൂതിയ വീണു പോകുന്ന ആളെന്ന രീതിക്ക് 8 മുക്കാൽ അട്ടി വെച്ച പോലെ എന്ന് പറഞ്ഞു. അതിന് ഈ നാട്ടുകാർ മൊത്തം എന്നിങ്ങനെ തെറി വിളിക്കുന്നത്. അത് കേട്ടോ, വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കുക, സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങൾ സുരേഷ് നപുംസകം എന്ന് പറഞ്ഞതോ? ഇനി കിറ്റ് ട്രോൾ കൊടുത്തായിരുന്നല്ലോ. നമ്മള് മൂത്ത് കിറ്റെടുത്ത് കൊലയും കൊണ്ട് വന്നതിനും സുരേഷ് ഗോപിക്ക് കൊടുത്തായിരുന്നു. ആ കൊലയൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറ. ഉന്നത കൊല പോലാണോടോ ഇത്? ഒരാളെ നിയമസഭയിലുള്ള ഒരു MLA, ഒരു ജനപ്രതിനിധിയെ അധിക്ഷേപിക്കുക, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഞങ്ങൾ നാടൻ പ്രയോഗം പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ നാടൻ പ്രയോഗം നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ. ഞങ്ങൾ അതൊന്നും വില പോകില്ല. നിങ്ങളുടെ കുടുംബത്തിൽ കയറി വിളിച്ചാൽ മതിയോ? അല്ലെ നിങ്ങളുടെ പാർട്ടി ഓഫീസിലുള്ള അന്തംഗമികളെ പോയി വിളിക്കുക. കേരളമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾക്ക് ഇരിക്കത്തേ ഉള്ളു കേട്ടോ. കേരളത്തിലുള്ള ഞങ്ങളുടെ സഹോദരി എന്നിട്ടാണോ നിങ്ങളുടെ ഒരു സഹോദരനെ കയറി അമ്മാതിരി വർത്താനം പറഞ്ഞത്? അത് പിന്നെ ആളെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല. അത് നോക്കിയപ്പോ വേറൊരുത്തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞു. എന്തായാലും പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്നങ്ങ് പുഴുങ്ങുമായിരുന്നു മുഖ്യമന്ത്രി. ഒരു മറുപടിയില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്നോട് ചോദിച്ചോളൂ, അതിന് ഞാൻ മറുപടി പറയാം. അത് കഴിയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകുമെന്ന് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോ പറഞ്ഞതാ.
വേറെ എന്ത് മാധ്യമങ്ങൾ എന്തെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാക്കിലെ പിരിവിട്ടും. മുഖ്യം പറഞ്ഞതിനൊരു പൊരുളുണ്ട്. എന്താണ് ആ പോരു? പറയുന്നത് ഈ ആരോഗ്യം ആളുകളെല്ലാം അതിന്റെ കാര്യത്തിൽ മനസ്സിലായി. അതിന്റെ ഊഞ്ഞാലാട്ടൽ ഇതുവരെ തീർന്നിട്ടില്ലല്ലോ, കിട്ടിക്കൊണ്ടിരിക്കല്ലേ. പിള്ളേര് വരെയാണ് എടുത്തിട്ട് മറുപടി കൊടുക്കുന്നത്, പിള്ളേര് വരെ. പിന്നെ പൊരുള് പറയുന്നത് പൊരുളൊന്നും പറയണ്ട, നിർത്തിട്ട് കൊടുക്കും തന്റെ പൊരുൾ. അയ്യോ നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് സദാചാരം പഠിപ്പിക്കുവാണോടോ? പൊരുള് പറയാം, എനിക്ക് പോടും. നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് സദാചാരം പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ സദാചാരോ ചാരോ പഠിപ്പിക്കും. അല്ലെ നിങ്ങൾ മറ്റേ പ്രബുദ്ധതയൊക്കെ വിളമ്പുന്ന മനുഷ്യനാകണം തള്ളുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പിന്നെ പെണ്ണുങ്ങൾ തുണിയും കൊടുക്കാതെ ഇറങ്ങിയ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ കണ്ടോണ്ടിരിക്കണം. ഇതൊക്കെ എത്ര കാലം ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് സഹിക്കൂല. ഇവരുടെ പ്രതിഭ MLA ഇന്നങ്ങ് ഉറങ്ങി തുള്ളുകയായിരുന്നു. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ മര്യാദയ്ക്ക് തുണി കൊടുക്കണമെന്ന്, പ്രത്യേകിച്ച് നടിമാർ. തുണിയില്ലാത്ത കുറെ പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ ആള് കൂടുമെന്ന്. പാർട്ടി പരിപാടിക്കൊന്നും ആള് വരുന്നില്ല, അതുകൊണ്ടാന്ന് തോന്നുന്നു. അതുകൊണ്ടൊന്നല്ല, നിങ്ങൾക്ക് മാതൃകയാക്കാം. ഞങ്ങൾക്ക് പിന്നെ പ്രതികരിക്കണ്ടേ? ഞങ്ങൾക്ക് ഒന്നിലും പ്രതികരിക്കാൻ പറ്റൂലേ? ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, മറ്റേ സഞ്ചാര സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ച് ഇതിലൊന്നും തലയിടരുതെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ? അത് പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്നും ബിക്കിനി ഇട്ടപ്പോ നിങ്ങൾ പിന്തുണച്ചവരല്ലേടോ? അത് പിന്തുണച്ചു എന്ന് കരുതി ഹണി റോസിനെ പിന്തുണച്ചവരല്ലേടോ? രാഹുൽ ഈശ്വറുമായിട്ട് പൊരിഞ്ഞാടി ഹണി റോസ് നടത്തിയപ്പോൾ നിങ്ങൾ ഹണി റോസിനെ പിന്തുണച്ചവരല്ലേടോ? ഞങ്ങൾക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ അങ്ങ് പ്രതികരിക്കും. ഞങ്ങളുടെ സ്വഭാവം പണ്ട് രക്തത്തിലല്ല. നിങ്ങളുടെ സ്വഭാവം പണ്ടേ, ഞങ്ങളുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല. ഞങ്ങള് തെറ്റിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ അത് പണ്ടേ അങ്ങനെയല്ലേ. മോഹൻലാൽ ഒരു പരിപാടി നടത്തുന്നു, അതിന്റെ അത് മൊത്തം ഒളിഞ്ഞു നോട്ടാം. രാത്രി ഒരു പെണ്ണ് ആണും കിടന്ന് അതിലോട്ട് ഒളിഞ്ഞു നോക്കുന്ന പരിപാടി. അപ്പൊ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട്. അല്ലല്ല, അതവിടെ നിൽക്കട്ടെ. അല്ല, നിങ്ങൾ തന്നെ മറ്റേ മാനവികതയെ കുറിച്ച് പറയുന്ന നിങ്ങൾ തന്നെ ഈ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ ഒരു MLA, നിങ്ങളുടെ ഒരു പ്രതിഭ, നിങ്ങളുടെ ഒരു മറ്റേ സഖാത്തി നടികളുടെ വസ്ത്രത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പാടുണ്ടോ? പാടുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ മറക്കാൻ പറഞ്ഞത്. പാടുണ്ട്. ഇവിടെ പാടുണ്ട്, അതുവരെ കണ്ടുപിടിച്ചോ? പിന്നെ പാടില്ല. അല്ല, എനിക്ക് തോന്നുന്നു അതായത് സഖാക്കൾക്ക് ഇത് കണ്ടിട്ട് കൺട്രോൾ പോകുന്നു. അങ്ങനെയൊന്നല്ല കേട്ടോ. ഇനി അതിന്റെ മണ്ടേ കൊണ്ട് കയറി. ഉള്ളവരാണല്ലോ നിങ്ങളുടെ സഖാക്കൾ. ഞങ്ങൾ കൺട്രോൾ ഉള്ളവർ തന്നെയാണ്. കൺട്രോൾ ഇല്ലാത്തവരങ്ങ് അപ്പുറത്തെ പാർട്ടിയില്ല, നമ്മളെ പാർട്ടിയിലൊന്നും അല്ല. ഞങ്ങൾക്ക് കോഴിക്കോട് അടച്ചായിരുന്നോ? കോഴിക്കോട് കോൺഗ്രസ് അടച്ചായിരുന്നോ? കോഴിക്കോട് അടച്ചിട്ടായിരുന്നോ? കോൺഗ്രസ് കോഴിക്കോട് അടച്ചോന്തോ? കോൺഗ്രസിന്റെ അടുത്ത് ചോദിക്കും. ഞങ്ങൾക്ക് കോഴികളൊന്നുമില്ല. ഞങ്ങള് കോഴികളെല്ലാം കൂട്ടിക്കയറിയിട്ടുണ്ട്. നടിമാർ നിങ്ങൾക്കെതിരാവില്ലേ ഇങ്ങനെയൊക്കെ? നിങ്ങൾ അപവാദ പ്രചരണം, വിവാദപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ അനി നടിമാര് വോട്ട് ചെയ്യാൻ വരുമോ? ഞാൻ കണ്ടിട്ടില്ലേ. പാർവതി, റിമ, രമ്യ നമ്പീശൻ തുടങ്ങിയ എത്രയോ നടിമാർ നിങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്. അവരൊക്കെ നിങ്ങൾക്കെതിരാകില്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പരിപാടി അവർ വരുമോ? അത് അവർ മാനിയുടെ ഡ്രസ് ഇട്ടിട്ട് വരട്ടെ, അപ്പൊ ഞങ്ങൾ കയറ്റും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് പ്രതിഭ MLA നിലപാട് മാത്രമാണോ അതോ മൊത്തം പാർട്ടിയുടെ നിലപാടാണോ? ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കുന്നു പറഞ്ഞ അവർക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട്. അത് അവർ പറയും. അത് പ്രതിഭയുടെ മാത്രം അഭിപ്രായം. ഞാൻ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ മിശ്രിതമാണ്. എന്നിട്ട് ഇവരുടെ പരിപാടിക്കെല്ലാം മറ്റേ ഹണി റോസിനെയും ലിച്ചിയെയും ഒക്കെ വിളിക്കും. ഞങ്ങളുടെ പരിപാടി എപ്പോ വിളിച്ച്? നിങ്ങളുടെ മറ്റേ മന്ത്രിമാരൊക്കെ പങ്കെടുത്ത പരിപാടികളിലൊക്കെ അവർ പങ്കെടുത്തിട്ടുണ്ട്. അത് അന്ന് ബഹിഷ്കരിക്കാൻ എന്താ? അത് പിന്നെ ഞങ്ങൾ മെസ്സിനെയാണ് വിളിക്കുന്നത്, അല്ലാതെ ഇവിടെ മെസ്സി വരുത്തും അല്ലെ ചാത്തമാരി കൊണ്ട് ഉദ്ഘാടനത്തിന് വരെ മെസ്സിനെയാണ് ഞങ്ങൾ. മറ്റേ കട്ട സ്വർണ്ണമല്ല അവിടെ ആയിരുന്നു. സ്വർണ്ണം പോകണം. 1 കിലോയാണ് മറ്റേ ശബരിമലയിൽ പോയിരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുമ്പോഴായിരുന്നു കണ്ടെത്തിയായിരുന്നു. കോൺഗ്രസിനെയും സംശയമുണ്ട്. സംശയത്തിന് കോൺഗ്രസ് ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴായിരുന്നു വന്നത്? അത് പിന്നെ നമ്മളെ കാലത്ത്. പിന്നെ 1 കിലോയാണ് പോയിരിക്കുന്നത്. 1 കിലോ മുക്കിയും തട്ടിയും ഒക്കെ വിഴുങ്ങിയത് എത്രയായിരുന്നു? ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങളെന്ത് രാസവസ്തുവിൽ മുക്കിയെടുത്തു. സയൻസ് അറിയാവുന്ന ആളെ തന്നെയല്ലേ മുക്കിക്കൊണ്ട് പോയത്. അപ്പൊ ഞങ്ങൾക്കല്ല, ഞങ്ങൾ ബുദ്ധിയുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇത്രയും കുരുട്ട് ബുദ്ധിയില്ല. ഇതിന് പിന്നില് വേറെ ആരും ആണ്. ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോൺഗ്രസ് ഇറക്കിയതാവാനാണ് സാധ്യത. BJP ആയിരിക്കൂലേ? ഞങ്ങൾക്ക് പാലില്ല പറയുവാ ശബരിമലയിൽ നിന്ന് പോയതെല്ലാം അയ്യപ്പൻ തന്നെ കൊണ്ടുവരുമെന്ന്. കൊണ്ടുവരും. അയ്യപ്പനെയൊക്കെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഞങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷെ ഭക്തർക്ക് വിശ്വാസം ഉണ്ടല്ലോ. ഭക്തരുടെ വിശ്വാസമാണ്. നിങ്ങൾ വിശ്വാസം സംരക്ഷിക്കുമെന്നല്ലേ പറയുന്നത്? സംരക്ഷിക്കും, പക്ഷെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അയ്യപ്പനെ ഇനി നോക്കണമെന്ന് ഒരച്ച്
അതിനി ചെമ്പാണോ സ്വർണ്ണം? ആരൊക്കെ പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പത്മനാഭൻ ആരോ അടുത്തോണ്ട് പോയെന്ന്. നിങ്ങൾ തന്നെ ആയിരിക്കും. നമ്മളൊന്നുമില്ല, ഇതൊക്കെ ആരും പടച്ചുണ്ടാക്കുന്നോ എന്തോ എല്ലാം നിങ്ങളുടെ കാലത്ത് തന്നെയാണല്ലോ. അതെ, ഈ ഭക്തരും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏറ്റവും പണി തരുന്നത് ഈ ശബരിമല. ഈ വിശ്വാസം പിടിച്ചുകൊണ്ട് വോട്ട് രാഷ്ട്രീയം കളിക്കാൻ നിൽക്കരുത്, മനസ്സിലായില്ലേ? ഞങ്ങൾ കളിക്കോ? ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. പോയി മറ്റേ വസ്ത്രം നോക്ക്, ചെൽ. ഏതേലും നടിമാര് അല്പവസ്ത്രം ധരിക്കുന്നു. 5 വർഷം കൂടി തന്നാ 5 വർഷം കൂടെ തരാം, പൊക്കും. അന്നേക്കാണ് 5 വർഷം ഉണ്ടാക്കാനായിട്ട്.